ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പോണ വയ്ക്ക് നമ്മളൊന്ന് ഗോതിപ്പാലം ബീച്ച് കയറി. മക്കൾക്ക് എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, ട്രെൻഡായി ഓടിക്കൊണ്ടുവന്നപ്പോഴേ പറയുന്നുണ്ട് ഒന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നല്ല മധുരമായതിനെ കൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നേ. പിന്നെ അവരൊപ്പം വന്നപ്പം പിന്നെ അന്ന് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിന് മുമ്പും ഈ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മളെ ഗോതിപ്പാലം ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല പല ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ. എന്താ മെനുവിൽ നമുക്ക് വേണ്ടിയതൊക്കെ ചെയ്യാം. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം നല്ല മധുരമെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു കഴിക്കാനൊരു മടി ഉണ്ടായിരുന്നു. എന്നാൽ കൂടി ട്രെൻഡിൽ ഒന്ന് കഴിച്ച് കളയാമെന്നും കരുതി. സംഭവം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ സയാനാണ് ഉദ്ഘാടനം കഴിക്കുന്നത്. പിന്നെ സിയൻ്റെ ഡ്രസ്സ് ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. മറ്റാൾക്ക് ഈ ഡ്രസ്സ് കിട്ടിയപ്പോൾ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്, നല്ല ഇട്ടിട്ട് നല്ല സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴുകുക ഇടുക, അതന്നെ പതിവ്. അതുകൊണ്ട് കൂടെ ഉള്ള വീഡിയോസിലൊക്കെ മൂപ്പര ഈ ഡ്രസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ സംഭവം അതാണ് കേട്ടോ. നല്ല സെറ്റായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റില്ല മധുരതിനെ കൊണ്ട്. ഒരു 4-5 പേരെങ്കിലും വേണം കഴിക്കാൻ. പക്ഷെ എന്ന് കരുതി നമ്മൾ കഴിക്കാണ്ട് നിന്നിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ഫുള്ളും കഴിച്ചിട്ടുണ്ടായി. മക്കൾക്ക് പിന്നെ കേക്ക്, ക്രീം അങ്ങനത്തെ ഇഷ്ടമായതിനെ കൊണ്ട് അവർ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ആകെ ഒരു മസ്ത് പോലെ നമുക്ക് ഷുഗർ കയറിയതിനോണ്ട്. എന്നാലും വേണ്ടില്ല, അവരാഗ്രഹമല്ലേ, അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. നമ്മളെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. കുറേ നേരം നമ്മൾ ഗോതിപ്പാലം ബീച്ചിൻ്റെ അവിടെ ഇരുന്നതിന് ശേഷം പോവുക അവിടുന്ന് പറഞ്ഞ് ഒരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു അടിപൊളി ഒരു കഫേ ഉണ്ട്, അപ്പോൾ അവിടെ പോയി കുടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം. അവർ പിന്നെ നന്നായി മാഷാ അല്ലാ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഇവിടെ എൻ്റെ വീടിൻ്റെ അവിടെ വന്നാലാണ് ഫുൾ കറക്കും. വീട്ടിലുണ്ടാവാറേ ഇല്ല നമ്മൾ ഫുൾ കറക്കുക. അപ്പം പറയും എനിക്ക് വേണ്ടേനും അത് ക്ഷീണമാവുന്നതെന്നും പറഞ്ഞിട്ട് കിടക്കാം മൂപ്പര്. തിന്ന് കഴിഞ്ഞപ്പോഴുള്ള ഒരു മസ്ത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു 2 ചായയും ഒരു 3 കടിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മായിൻ്റെ വീട്, അവിടെ ഒന്ന് പോകണം. ഇതിൻ്റെ പേരെന്താ, ചിക്കൻ പൊട്ടിത്തെറിച്ചത് അങ്ങനെ പറയുന്നത്. പിന്നെ 3 കല്ലുമ്മക്കായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവനാണ് ആദ്യം ടേസ്റ്റ് നോക്കാം. അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 5 മിനിറ്റൊന്നും ഇല്ല, അത്രയും അടുത്താണ് അമ്മായിൻ്റെ വീട്. അപ്പോൾ നമ്മൾ പോകുന്നത് അറിയൊന്നുമില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് കയറി ചെന്നതാണ്. പക്ഷേ പെട്ടെന്ന് കയറി ചെന്നാലും അവർ വെറുതെ വിടില്ല. ഇതിപ്പോൾ നമ്മൾ ട്രെൻഡായിട്ടുള്ള മസ്ക ബന്നാണ് കേട്ടോ. അതല്ല, അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ബന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് എത്തിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം അമ്മായി അറിഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മായി ആൾ സൂപ്പർ കേട്ടോ. എന്താ പറയുക, ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഒരു അരമണിക്കൂറൊന്നും വേണ്ട, എന്തും പെട്ടെന്ന് നല്ല ടേസ്റ്റിലാക്കി തരും. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോയിൽ മൂപ്പർ സ്പെഷ്യൽ ഫുഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മേൻ്റെ വീട് ഒരു പഴമ തോന്നിക്കുന്നൊരു വീടാണ്. പുതിയ വീടാണ്, പക്ഷേ അധികം മരം കൊണ്ടുള്ളതാണ് ഇവിടെ. ഇൻഷാ അല്ലാ വീട് മൊത്തം ഞാനൊരു വ്ളോഗാക്കി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഈ വീട് പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ പുതിയപ്പോൾ വാപ്പാപ്പൻ്റെ ഒരു ഐഡിയ ആണ് വീട് മൊത്തമുള്ളത്. നമ്മൾ 4 കെട്ട് പോലത്തെയൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈലാണ് വീട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ അനിയത്തിൻ്റെ റൂമൊന്ന് കാണിച്ച് തന്നിട്ടുള്ളൂ. ചുമ്മൻ അനിയത്തിൻ്റെ അമ്മായിൻ്റെ മോൾ കേട്ടോ, തെറ്റിപ്പോയി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വേറെ അമ്മായിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് നമ്മൾ നമുക്ക് കോഴിക്കോട് ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോകാമെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങ് അവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അതിൻ്റെ ഒരു അമ്മായി തന്നെയാണ്. പിന്നെ ഫുഡൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇപ്പോൾ സമയം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നൈറ്റാണ് ഇട്ടത്. അപ്പോൾ ഫുൾ ആൾ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം ചുമ്മാ ഇരുന്ന് ഒരു ഐശ്വര്യമൊക്കെ കുടിച്ച്
നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഈ മണ്ണിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. കാരണം ഇപ്പുറത്ത് ഫോട്ടോ സെക്ഷനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫുഡ് കോർട്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.